ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ള നോർമൽ സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യാന്നുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നൂലും ക്ലോത്തും ഒരേ കളർ ആയതുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ള കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ആദ്യം നമ്മൾ സ്ലീവിന് ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുമല്ലോ. മടക്കി അടിച്ചിട്ട് നമ്മൾ എത്രയാണ് ഹെം ചെയ്യാൻ വേണ്ടി വെച്ചത് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മടക്കിയ ഭാഗം താഴേക്ക് പോകുന്ന പോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ താഴെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഒരു പോയിൻറ്റിനെ കാണാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഒരു പോയിൻറ്റിനെ കാണാൻ പാടുള്ളൂ. ആദ്യം നമ്മളൊരു പോയിൻ്റ് വിടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ തുണിയിൽ ഒരു 3 സ്റ്റിച്ച് ഇട്ടെടുക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്ലീവിൽ ഒരു സ്റ്റിച്ച് ഇടുക, അതായത് ഒരു സൂചി ഇറക്കി കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ആ മടക്കിയ തുണിയിൽ ഒരു 3 സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൽ ഒരു സ്റ്റിച്ച് ഇങ്ങനെ സൂചി ഒന്ന് കുത്തി കയറ്റുക. എന്നിട്ട് പിന്നെയും 3 സ്റ്റിച്ച് ഇടുക. ഇതേപോലെ ഈ സ്ലീവ് മുഴുവനും ചെയ്തെടുക്കണം കേട്ടോ. ഹെം ചെയ്യുമ്പോൾ ക്ലോത്ത് വലിക്കരുത് കേട്ടോ. നമുക്കിപ്പോൾ റൈറ്റ് സൈഡാണ് തുന്നണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി. അഥവാ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അതേപോലെ നീക്കി കൊടുത്താൽ മതി. വലിക്കാതെ നല്ല സ്മൂത്തിൽ വിട്ടു കൊടുത്താൽ മതി. ആദ്യം ചെയ്യുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സ്പീഡിൽ തന്നെ ഹെം ചെയ്യാൻ പറ്റും. കയ്യിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി സിമ്പിളാണ് കേട്ടോ. ഇത് വേഗം കഴിയുകയും ചെയ്യും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ നീവി കൊടുത്താൽ മതി. അതല്ല അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വൃത്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതിൽ നമ്മളായിട്ട് പിരിച്ചെടുക്കാതെ അതൊരിക്കലും ഈ നമ്മൾ കയ്യിൽ ചെയ്യുന്ന പോലെ തനിയെ വരില്ല കേട്ടോ. സ്റ്റിച്ച് നമ്മളായിട്ട് പിരിച്ചെടുത്താലേ അത് വരുള്ളൂ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും.